ആരാണ് ശക്തൻ? ഒരിക്കൽ ഒരു കാള നാട്ടിൽ നിന്നും വഴിതെറ്റി ഒരു കാട്ടിലെത്തി. കാട്ടിലെ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ട് അവൻ നടന്നു. എങ്ങും നിറയെ പച്ചപ്പുല്ലുകൾ, ഇഷ്ടം പോലെ തിന്നാം. അവൻ വളരെ സന്തോഷത്തോടെ പുല്ല് തിന്നാൻ തുടങ്ങി. കാള അങ്ങനെ സമാധാനമായി പുല്ല് നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സിംഹം അതുവഴി വന്നത്. തടിച്ചു കൊഴുത്ത കാളയെ കണ്ടതും സിംഹത്തിന്റെ വായിൽ വെള്ളം മൂറി. സിംഹം കാളയെ പിടിക്കാൻ അതിനു നേരെ കുതിച്ചു. ഭാഗ്യത്തിന് എന്തോ ചെറിയ അനക്കം കേട്ട് തല തിരിച്ചു നോക്കിയ കാള തനിക്ക് നേരെ കുതിച്ചു വരുന്ന സിംഹത്തിനെ കാണുകയാണ്. അവൻ ഭയന്ന് പ്രാണനും കൊണ്ടോടി. കുറെ ദൂരം ഓടിയപ്പോൾ അവനൊരു ഗുഹ കണ്ടു. സിംഹത്തിന്റെ കണ്ണിൽ പെടാതെ അതിനുള്ളിൽ കയറി ഒളിച്ചിരിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ വേഗം തന്നെ ആ ഗുഹയ്ക്കകത്തേക്ക് ഓടിക്കയറി. പിന്നാലെ കുതിച്ചെത്തിയ സിംഹം കാളയെ കാണാതെ ചുറ്റുപാടും തിരയാൻ തുടങ്ങി. കാള കയറിക്കൂടിയ ഗുഹയിൽ കുറെ കാട്ടാടുകൾ ഉണ്ടായിരുന്നു. കാള തങ്ങളുടെ ഗുഹയിൽ കയറിയത് സ്വാഭാവികമായും അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ കാളയെ ഗുഹയിൽ നിന്നും പുറത്താക്കാൻ എല്ലാവിധ ശ്രമവും തുടങ്ങി. അവർ കാളയെ കൊമ്പുകൊണ്ട് കുത്താനും കാലുകൾ കൊണ്ട് തൊഴിക്കാനും തുടങ്ങി. പാവം കാള ആടുകളെ തിരിച്ചാക്രമിക്കാതെ അവരുടെ ഉപദ്രവം സഹിച്ച് അവിടെ തന്നെ നിന്നു. എന്നാൽ കാട്ടാടുകൾ കൂടുതൽ ശക്തിയോടെ അവനെ ആക്രമിക്കാൻ തുടങ്ങി. ഒടുക്കം കാള അവരോട് പറഞ്ഞു, നിങ്ങളെ പേടിച്ചിട്ടോ തിരിച്ചു നിങ്ങളെ ആക്രമിക്കാൻ ശക്തിയില്ലാഞ്ഞിട്ടോ അല്ല ഞാൻ നിങ്ങളുടെ ഉപദ്രവം സഹിച്ച് നിൽക്കുന്നത്. എനിക്ക് നിങ്ങളെയെല്ലാം ഒരു പ്രയാസവും കൂടാതെ ആക്രമിച്ച് കീഴടക്കാം. പക്ഷേ എന്നേക്കാൾ ശക്തനായ ഒരു സിംഹത്തിന്റെ പിടിയിൽ നിന്നും രക്ഷ നേടാനാണ് ഞാൻ ഇതിനുള്ളിൽ കയറിയത്. ഇപ്പോൾ നമ്മൾ ഇവിടെ പരസ്പരം ആക്രമിച്ച് ശബ്ദമുണ്ടാക്കിയാൽ പുറത്തുള്ള സിംഹം നമ്മളെയെല്ലാം കണ്ടെത്തി കൊന്നു തിന്നും. അതുകൊണ്ടാണ് ഞാൻ അനങ്ങാതെ നിൽക്കുന്നത്. ഇത് കേട്ടതും കാട്ടാടുകൾക്ക് കാര്യം മനസ്സിലായി. അതോടെ അവർ കാളയെ ഉപദ്രവിക്കുന്നത് നിർത്തി. കുറച്ചു നേരം കഴിഞ്ഞ് സിംഹം സ്ഥലം വിട്ടതും കാള കാട്ടാടുകളോട് നന്ദി പറഞ്ഞ് നാട്ടിലേക്ക് യാത്ര തിരിച്ചു. കാട് തനിക്ക് സുരക്ഷിതമായ ഇടമല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പൊ കൂട്ടുകാരെ, ഇന്നലെ ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ? 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്, അതിൽ ഒരു ബക്കറ്റിന് ദ്വാരമുള്ളതാണ്. എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല. കാരണം എന്ത്? അതിന്റെ ഉത്തരം 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട് എന്നാണ് പറഞ്ഞത്. വെള്ളമുണ്ടല്ലേ ബക്കറ്റിലുള്ളത്, അപ്പോഴെങ്ങനെയാ ഓട്ടയുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പുറത്തു പോകുന്നത്? അടുത്ത കുസൃതി ചോദ്യം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്നു വരാൻ ഒരാൾക്ക് എത്ര കൊല്ലം കഴിയണം? ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യണേ. അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ.